കള്ളനും പോലീസും കളിക്കുന്നത് പോലെ വളരെ ആത്മാർത്ഥമായ സ്നേഹം ഉള്ളിലൊതുക്കി രണ്ടുപേർ അന്താരാഷ്ട്ര രംഗത്ത് തള്ളിക്കളിക്കുന്നുണ്ട്. ആ രണ്ടുപേരെയും നിങ്ങൾക്കറിയാം. ഒന്ന് നമ്മുടെ ട്രംപാണ്, മറ്റൊന്ന് നെതന്യാഹുവാണ്. രണ്ടുപേരും തമ്മിൽ പശ്ചിമേഷ്യൻ വിഷയത്തിൽ തള്ളിക്കളിക്കുന്ന തമാശകളിൽ ഏറ്റവും അവസാനത്തെ തമാശ, ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് അത് തങ്ങൾ അംഗീകരിക്കില്ല. ഗസയുടെ സമാധാന പദ്ധതി ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഞങ്ങൾ അതിനെ പൂർണ്ണമായും തള്ളുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നടപടിയുമായി മുന്നോട്ട് പോകും. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഈ ട്രംപിൻ്റെ നിലപാടിനെ തള്ളി ട്രംപിനെ ഭീഷണിപ്പെടുത്തി ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിക്കുന്നെങ്കിൽ അത് വെറുതെയാണ്. ട്രംപിന് എല്ലാ അധമ പ്രവൃത്തികളും ചെയ്യാൻ ഒരു ന്യായീകരണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു മൂടുപടം വേണം. ആ മൂടുപടത്തിൻ്റെ ഭാഗമായാണ് ബോർഡ് ഓഫ് പീസും യുദ്ധവിരാമവും സമാധാനവും ഒക്കെ ട്രംപ് പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ ഞങ്ങളത് പറഞ്ഞോളാം, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോളൂ എന്ന് കൊടുക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നെതന്യാഹു ഇത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ കരാറിൻ്റെ ഭാഗമായിരുന്നു ഒരു ശാശ്വതവും സ്ഥിരവുമായ സമാധാനം ഫലസ്തീനിൽ ഉണ്ടാവുക എന്നത്. അതിന് കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നും അധിനിവേശം നിർത്തണമെന്നും അതിൻ്റെ ഭാഗമായി തന്നെ ആദ്യഘട്ടത്തെ വെടിനിർത്തലും അതുപോലെ ബന്ദികളാക്കിയവരെ മോചിപ്പിച്ചും കഴിഞ്ഞാൽ പിന്നീട് ഹമാസ് നിരായുധീകരിക്കപ്പെടണമെന്നും അതിൻ്റെ ഭരണം ഒരു ടീമിനെ, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പൊതു കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഹമാസ് മുന്നോട്ട് പോവുകയും അവർ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ സ്വാഭാവികമായി സമാധാനവുമായി മുന്നോട്ട് പോകണം എന്ന് ട്രംപിന് പറയേണ്ടി വരും. അതിൻ്റെ ഒരു പ്രസ്താവനയൊക്കെ അദ്ദേഹം ഇറക്കിയിരുന്നു. എന്ന് മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കി ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ ഒരു സംവിധാനമൊക്കെ ട്രംപ് പ്രഖ്യാപിച്ചു. ഈ ബോർഡ് ഓഫ് പീസിലേക്ക് എല്ലാ അറബ് രാജ്യങ്ങളും കാശ് കൊടുക്കണമെന്നും അതുപയോഗിച്ചാണ് ഫലസ്തീൻ്റെ പുനർനിർമ്മാണം നടത്താൻ പോകുന്നതെന്നുമൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. അത്തരം ചില പ്രസ്താവനകളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് പോയപ്പോഴാണ് ഇന്ന് അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. നെതന്യാഹു പറയുന്നത് അത്തരമൊരു കാര്യത്തെ അംഗീകരിക്കാനേ കഴിയില്ല. തങ്ങളങ്ങനെ സമാധാനത്തിനൊന്നും ഉൾക്കൊള്ളുന്നിടത്തല്ല, ഞങ്ങൾ മുഴുവനായും ഫലസ്തീനെ പിടിച്ചെടുത്ത് അവരെ ഉന്മൂലനം ചെയ്യും എന്ന് പറയുന്ന ഒരു നിലപാടിലേക്കാണ് നീങ്ങുന്നത്. ലോകത്ത് സമാധാനത്തിന് വലിയ ഭംഗം വരുത്തുന്നത് ഹമാസാണ്, അവർ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്ന കുറേ പേരുണ്ട്. അത്തരം കുറച്ച് ആളുകൾ ഈ മുസ്ലിം വിഭാഗത്തിലുമുണ്ട്. അവർ ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്, ഇല്ലെങ്കിലൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് പറയുന്നവരുടെ മുന്നിൽ ഒരു ഉണ്ടയായി ഈ പശ്ചിമേഷ്യൻ നിലപാട് അങ്ങനെ നിഴലിച്ച് നിൽക്കുന്നത് ഒന്നുകൂടി കാണാനും അറിയാനും വേണ്ടിയാണ് ഈ വിഷയത്തിലെ അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവച്ചത്. അവിടെ സമാധാനം വരാനോ ഒരു ശാശ്വതമായ പ്രശ്നപരിഹാരമോ ഒരിക്കലും ഇസ്രയേൽ ഇഷ്ടപ്പെടുന്നില്ല, അമേരിക്ക പിന്തുണയ്ക്കുന്നുമില്ല. ബാക്കിയെല്ലാം നാടകങ്ങളാണ്. അവർക്കിത് തുടർന്നേ മതിയാവും. കഴിയുമെങ്കിൽ ഇറാനെ അസ്ഥിരപ്പെടുത്തണം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും യുദ്ധങ്ങളും നടത്തണം. അതോടൊപ്പം തന്നെ ഇത് ചെയ്യുകയും വേണം.